ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെടുക്കുന്ന വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. രാവിലെ വെജ് കുറുമയൊക്കെ ആയിട്ടായിരുന്നു ഞാൻ ഇന്ന് രാവിലെ എടുത്തത് കേട്ടോ. വളരെ രുചികരമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധാരണ പച്ചരി ഉണ്ടല്ലോ, ചോറ് വെക്കുന്ന അരിയല്ല ഇത്. 4 ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരി. ഇതൊരു 5 പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന അളവാണ്. ഇത് നന്നായിട്ട് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് ഇടഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. കഴുകിയതിന് ശേഷം ആ വെള്ളം ഒന്ന് മാറ്റിയിട്ട് ഈ പച്ചരിയുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം എടുത്ത് ഒരു 2-3 മണിക്കൂർ നമ്മളിതൊന്ന് അടച്ചു വെക്കണം. എന്നാലേ ഇത് കുതിർന്ന് കിട്ടുകയുള്ളൂ. അന്നേരം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ കുതിർന്ന് കിട്ടണം. അപ്പം നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് തോർത്തിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ആദ്യത്തെ ഭാഗം ഇത്ര അരിയാണ് എടുത്തിരിക്കുന്നത്. വെള്ളം മുകളിൽ നിൽക്കണമേ. അതെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ആവരുത്, കുറയുകയും ചെയ്യരുത്. അതേപോലെ വെള്ളം എടുക്കണം. നമുക്ക് ഇതേപോലെ ആണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു ബൗൾ ചോറ്, ഈ ഒരു ബൗളിന് ചോറ് അല്ലെങ്കിൽ അവൽ എടുക്കാം കേട്ടോ. ചോറോ അല്ലെങ്കിൽ അവലോ. ഈ ഒരു ബൗളിന് തേങ്ങ, ഒരു 3-4 കഷ്ണം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കൊച്ചുള്ളി ചേർത്തിട്ട് അരച്ചിട്ടുണ്ടോ? നല്ല രുചിയാണ് അപ്പത്തിന്. അതിൻ്റെ രുചി ഇഷ്ടമല്ലാത്തവരെ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇത്രയും വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതുകൂടെ ചേർത്തിട്ട് കുറച്ചുകൂടെ വെള്ളം നമുക്ക് വേണ്ടി വരും, കാരണം ഈ ചോറ് അരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. ആദ്യം നമുക്ക് അപ്പം ആ തേങ്ങയെന്ന് അരച്ചിട്ട് ചോറൂടെ ചേർത്ത് അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതേപോലെ ഇനി ലേശം കൂടെ വെള്ളം ഒഴിക്കണം, കാരണം ചോറ് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലതായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. തവി കൊണ്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. നന്നായിട്ട് അതൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഇതേപോലെ എടുക്കുക. ഇനി നമുക്ക് ഈസ്റ്റ് ചേർക്കാം. ഈസ്റ്റ് ചെറിയൊരു ചൂടുവെള്ളത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ ചെറിയൊരു ചൂടുവെള്ളത്തിലെടുക്കും. ഇതേപോലെ മിക്സ് ചെയ്യുക. നന്നായിട്ട് അത് മിക്സ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് മാവിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് നേരം നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ യോജിപ്പിക്കുക. നന്നായിട്ടത് മിക്സ് ചെയ്ത് വെച്ചാൽ അത് നല്ലതായിട്ട് പൊങ്ങി കിട്ടത്തുള്ളൂ കേട്ടോ. നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ അടുത്ത ദിവസമാണ് കേട്ടോ എടുക്കുന്നത് മാവ്. അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്ന് നോക്കരുത്, അന്നേരം അതൊരു പുളിപ്പ് വ്യത്യാസം വരും കേട്ടോ. നമുക്ക് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടേ അത് നോക്കാവുള്ളൂ, അല്ലെങ്കിൽ രാവിലെ എടുക്കാം. ഞാനിവിടെ രാവിലെയാണ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. നമുക്ക് എടുക്കാൻ നേരം മാത്രം ഉപ്പ് ചേർത്താൽ മതിയേ. ഞാനങ്ങനെയാണ് എടുക്കാറുള്ളത്. നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ട് ചുട്ടെടുക്കാം നമുക്ക് പാലപ്പം. കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അപ്പമാണ്. കണ്ടില്ലേ, ഞാനിവിടെ ഒരു നല്ല കുറുമയൊക്കെ ആയിട്ടായിരുന്നു എടുത്തത്, വെജ് കുറുമ. അതിൻ്റെ റെസിപ്പി ഇടണമെങ്കിൽ ഞാനിടാം. അപ്പോൾ താങ്ക് യു.